എല്ലാ സ്നേഹിതർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. ജീവിതം ഒരു നീണ്ട വഴിയാത്രയാണ്. ഓരോ വഴിത്തിരിവിലും നമ്മെ കാത്തു നിൽക്കുന്നത് പല വാതിലുകളാണ്. ചിലത് അടഞ്ഞതുപോലെ തോന്നും, ചിലത് തുറക്കപ്പെട്ടതുപോലെ പ്രത്യക്ഷപ്പെടും. പക്ഷേ ഏത് വാതിലും നമ്മുടെ ജീവിതയാത്രയിൽ ഒരു സന്ദേശം നമ്മോട് പറയുന്നു: മുന്നോട്ട് തന്നെ നീങ്ങുക. മനുഷ്യജീവിതമെന്ന മഹാഗൃഹത്തിൽ ഓരോരുത്തർക്കും തങ്ങളുടേതായ വാതിലുകളുണ്ട്. ചിലത് അവിശ്വാസത്തിൻ്റെ അലസതയാൽ അടഞ്ഞതായിരിക്കാം, ചിലത് പ്രത്യാശയുടെ നിറവിൽ സ്വയം തുറക്കുന്നതായിരിക്കും. ഒരിക്കൽ നമ്മൾ അടഞ്ഞ വാതിലിന് മുമ്പിൽ നിൽക്കുമ്പോൾ അത് നമ്മെ തടയാനല്ല, പകരം നമ്മെ മറ്റൊരു ദിശയിലേക്ക് നയിക്കാനാണ്. അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 16 അധ്യായം 9 വാക്യത്തിൽ തനിക്കായി ദൈവം തുറന്ന ശ്രേഷ്ഠകരമായ വാതിലിനെക്കുറിച്ച് ഇപ്രകാരം എഴുതുന്നു: എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. ഒരു വാതിൽ അടഞ്ഞാൽ അത് അവസരത്തിൻ്റെ അവസാനമല്ല, അത് പുതിയൊരു വഴിയുടെ ആരംഭം മാത്രം. ജീവിതം ഒരിക്കലും നിശ്ചലമല്ല, അത് നാം കാണാത്ത ദിശകളിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു. ഒരു വാതിൽ അടഞ്ഞു പോകുമ്പോൾ മറ്റൊന്നെവിടെയോ തുറക്കപ്പെട്ടിരിക്കുന്നു. അതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം. നാം ചിലപ്പോൾ അടഞ്ഞ വാതിലിന്മേൽ മുഴുവൻ ശ്രദ്ധയും സമയവും ചിലവഴിക്കുന്നു. ഇതെനിക്ക് വേണ്ടി തുറക്കേണ്ടതായിരുന്നു എന്ന് കരുതി ആ വാതിലിന് മുമ്പിൽ നിശ്ചലമായി നിൽക്കുന്നു. പക്ഷെ ജീവിതം ഒരിക്കലും ഒരു വാതിലിൽ അവസാനിക്കുന്നില്ല. ജീവിതം വാതിലുകളിൽ നിന്നല്ല തുടങ്ങുന്നത്, പ്രയാണത്തിൽ നിന്നാണ് അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും കണ്ടെത്തുന്നത്. ഓരോ വാതിലും നമ്മെ പരീക്ഷിക്കുന്നു. ധൈര്യത്തിൻ്റെ, പ്രത്യാശയുടെ, ആത്മവിശ്വാസത്തിൻ്റെ അളവുകോൽ പരിശോധിക്കുന്നു. ഭയം നമ്മോട് ചോദിക്കും: നിനക്ക് ഇതിൽ കടക്കാൻ ധൈര്യമുണ്ടോ? അവസരം നമ്മെ നോക്കി ചിരിക്കും: നിനക്ക് ഇതിനെ കാണാനുള്ള കണ്ണുണ്ടോ? പ്രതീക്ഷ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും: തുറന്ന വാതിലുകൾ എപ്പോഴും നിനക്കായി കാത്തിരിക്കുന്നു. ജീവിതം നമുക്ക് നൽകുന്നത് വാതിലുകൾ മാത്രമല്ല, അവ തുറക്കാനുള്ള താക്കോലും നമ്മുടേതാണ്. അത് ആത്മവിശ്വാസമാണ്, ദൃഢനിശ്ചയമാണ്, ഉള്ളിലെ വിശ്വാസം തന്നെയാണ്. നാം തന്നെ നമ്മുടെ വാതിലുകൾ തുറക്കുന്നവരാകണം. വാതിലിൻ്റെ പിറകിലായി നമ്മെ കാത്തിരിക്കുന്ന വെളിച്ചവും നന്മയും നമ്മുടേതായി മാറ്റുന്നവരാകണം. ചില വാതിലുകൾ അനായാസം തുറക്കും. സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വിജയത്തിൻ്റെ വാതിലുകൾ. മറ്റു വാതിലുകൾ കഠിനമായിരിക്കും. പരാജയത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, ഏകാന്തതയുടെ വാതിലുകൾ. പക്ഷേ ജീവിതത്തിൻ്റെ രഹസ്യം ഇതാണ്: എല്ലാ വാതിലുകളും നമ്മെ പല ദിശകളിലേക്ക് നയിക്കുന്നു. ഒടുവിൽ അതെല്ലാം ചേർന്ന് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു സത്യമുണ്ട്. അത് മുമ്പോട്ട് തന്നെ പോകണമെന്നാണ്, ഒരിക്കലും പിന്നിലോട്ട് പോകരുത്. നാം നിൽക്കുന്ന ഇടത്ത് അല്ല നമ്മുടെ അവസാനം. എത്തേണ്ട ഇടത്ത് ചെന്നെത്തുമ്പോഴാണ് ഈ ജീവിതയാത്രയുടെ അവസാനം. ചിലപ്പോഴൊക്കെ ജീവിതം നമ്മെ ഇരുൾ നിറഞ്ഞ പാതകളിലൂടെ കൊണ്ടുപോകും. അവിടെ വാതിലുകളില്ല എന്ന പോലെ തോന്നും. ശ്വാസം മുട്ടുന്ന നിമിഷങ്ങളിൽ നമ്മൾ ചോദിക്കും: എനിക്കും ഒരു യാത്ര ഇനിയുണ്ടോ? അതെ, അവിടെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായ വാതിൽ തുറക്കുന്നത്. നമ്മുടെ ഉള്ളിലെ ബലമെന്ന വാതിൽ. അതൊരിക്കൽ തുറക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറത്തുടങ്ങും. ജീവിതത്തിലെ തുറന്ന വാതിലുകൾ എല്ലായ്പ്പോഴും
ശബ്ദത്തോടെ തുറക്കുന്നില്ല. ചിലത് നിശബ്ദമായി തുറക്കും. ഒരു ചിന്തയായി, ഒരു ദർശനമായി, ഒരു നിമിഷ പ്രചോദനമായി. ചിലപ്പോൾ അത് മറ്റൊരാളുടെ വാക്കുകളിലായിരിക്കും, ചിലപ്പോൾ സ്വന്തം ഹൃദയത്തിൻ്റെ മൗന താളത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ജീവിതം ഓരോ നിമിഷവും നമ്മോട് പറയുന്നുണ്ട്, ഇതാ ഒരു വാതിൽ തുറക്കുന്നു. മുന്നോട്ട് പോകാൻ ഭയപ്പെടേണ്ടതില്ല. അടഞ്ഞ വാതിലുകൾ നമ്മെ പിന്തിരിപ്പിക്കാനല്ല, തുറന്ന വാതിലുകൾ കാണാൻ, കണ്ണുകൾ തുറക്കാൻ പഠിപ്പിക്കാനാണ്. വിശ്വസിക്കുക, ജീവിതം നിനക്കായി വാതിലുകൾ തുറക്കുന്നു. കണ്ടെത്താനും കടക്കാനും യോഗ്യരായി മാറണം. ഓരോ വാതിലിന് പിന്നിലും ഒരു കഥയുണ്ട്, ഒരു പാഠം, ഒരനുഭവം, ഒരു പുതിയ കാൽവയ്പ്. ചിലപ്പോൾ അതിൽ കടക്കുമ്പോൾ നാം പരാജയപ്പെടും. പക്ഷേ അതിൻ്റെ മറുവശത്ത് നിൽക്കുന്ന വിജയത്തിൻ്റെ വാതിൽ അതിനേക്കാൾ ശക്തിയായി തുറക്കപ്പെടും. ജീവിതം തുറന്ന വാതിലുകൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നിൽക്കരുത്, മുന്നോട്ട് പോകൂ. പ്രതീക്ഷയുടെ നിഴലുകൾ കടന്നു പോകുമ്പോഴും നിരാശയുടെ കാർമേഘങ്ങൾ അടുക്കുമ്പോഴും മുന്നോട്ടുള്ള വഴികളിൽ എവിടെയോ ഒരു വാതിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുതന്നെയാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. തുറന്ന വാതിലുകൾ എല്ലായ്പ്പോഴും വലിയതായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ചെറുതായിരിക്കും, ഒരു ചെറിയ അവസരം. പക്ഷേ അതിലൂടെയാണ് വലിയ ജീവിതമാറ്റങ്ങൾ ആരംഭിക്കുന്നത്. ഒരു ചെറുവാതിൽ കടന്നാൽ വലിയ വാതിലുകൾ സ്വയം തുറക്കപ്പെടും. നീ നിൽക്കുന്ന ജീവിതവേദിയിൽ ഇന്നും എത്രയോ വാതിലുകൾ തുറക്കപ്പെടാനുള്ളതാണ്. നീ അവ കാണുന്നില്ല എന്നത് അവ ഇല്ല എന്നതല്ല. മുന്നിൽ ചെങ്കടൽ ആണെങ്കിലും കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണെങ്കിലും വിശ്വാസത്തോടെ കാൽച്ചുവടുകൾ വയ്ക്കൂ. ദൈവം വഴി തുറന്നിരിക്കും. ജീവിതത്തിൻ്റെ മഹത്തായ സന്ദേശം ഇതാണ്. തുറക്കപ്പെടേണ്ട വാതിലുകൾ നമുക്കായി കാത്തിരിക്കുന്നു. പക്ഷെ അവ കടക്കാനുള്ള ധൈര്യം വിശ്വാസത്താൽ നമ്മിൽ ഉണ്ടായേ പറ്റൂ. ദൈവം അവസരങ്ങളുടെ വാതിൽ തുറക്കാൻ കാത്തു നിൽക്കുന്നു. ഒരു വാതിൽ അടഞ്ഞുപോയി എന്ന് കരുതി നിൽക്കരുത്. പിന്നെയും കാൽച്ചുവടുകൾ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് വയ്ക്കുക. പുതിയ പാതയുടെ തുടക്കമായി അത് മാറും. ദൈവം നമുക്കായി വാഗ്ദത്തം ചെയ്ത ആ നിത്യതയിൽ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വാതിലുകൾ തുറന്നേ പറ്റൂ. ഈ വിശ്വാസ ജീവിത യാത്രയിൽ നിത്യതയിലെത്തുവാനായി, ആ ശാശ്വത തുറമുഖത്തെത്തുവാനായി, ദൈവത്തോടൊപ്പമുള്ള നിത്യ കൂട്ടായ്മയിൽ എത്തപ്പെടുവാനുള്ള വാതിൽ നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവാണ് ആ വാതിൽ. കർത്താവ് പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്ന ആ വാതിലിലൂടെ നിത്യത എന്ന ശാശ്വത ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ ഈ ലോകത്തിൻ്റെ ജീവിതയാത്രയിൽ ഏതൊക്കെ വാതിലുകൾ അടഞ്ഞാലും ജീവിതാന്ത്യം വരെയും വിശ്വാസ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനുള്ള വാതിലുകൾ ദൈവം തുറന്നുകൊണ്ടേയിരിക്കും. അതിൽ ശ്രേഷ്ഠതയുടെയും അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും ദൈവസ്നേഹത്തിൻ്റെ കരുതലിൻ്റെയും എല്ലാം വാതിലുകൾ അതിലുണ്ടാകും. ആകയാൽ അചഞ്ചലപ്പെടേണ്ട, ശക്തമായ വിശ്വാസത്തോടെ മുമ്പോട്ട് യാത്ര ചെയ്യുക. വാതിൽ തുറന്നവൻ കൂടിരുന്ന് നമ്മെ വഴി നടത്തും. അതെ, നമുക്കായി ദൈവം ഒരു തുറന്ന വാതിൽ ഒരുക്കിയിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും ഈ സന്ദേശത്തിലൂടെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.